ഹലോ ഗായ്സ്, ഞങ്ങൾ നാട്ടിലേക്ക് പോവാന്നല്ലേ ബാവേ. ഞങ്ങൾ കണ്ണൂരേക്ക് പോവാണ്. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 8 മണി. ഫുള്ള് ലഗേജ് കുത്തി നിറച്ചിട്ടുള്ളത്. ഡിക്കിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ബാക്കി ഇവിടെ വെച്ചത്. നമ്മൾ ശരിക്കും ഒരു വിധത്തിൽ പറഞ്ഞാൽ വീട് ഷിഫ്റ്റിങ്ങും കൂടിയാണല്ലേ. ഇവിടെയുള്ള ഒരുപാട് കച്ചറ സാധനങ്ങൾ നമ്മൾ നാട്ടിലേക്ക് മാറ്റുവാണ്. നമ്മൾ ഇടയ്ക്കിടെ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണിത്. നൈനൂസ് ജസ്റ്റ് ഓർക്ക് കഴിഞ്ഞതേ ഉള്ളൂ. നൈനൂസിൻ്റെ കൂട്ടാപ്പീരി എടുത്തിട്ട് ഇരുന്നിട്ടുള്ളത്. കൂട്ടാപ്പീരി കാണിച്ച ഈ കൂട്ടാപ്പി നൈനൂസിൻ്റെ പത്തരമാറ്റ കൂട്ടാപ്പിയാണ്. പത്തരമാറ്റിലെ നൈനൂസിൻ്റെ അമ്മ കൊടുത്ത കൂട്ടാപ്പി. അപ്പോൾ കഴിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഒരാളെയും കൂടി പിക്ക് ചെയ്യാനുണ്ട്. വഴിയെ കാണിച്ചു തരാം. ബായ്. ഫ്ലാറ്റിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തതും ദേ കിടക്കുന്ന മുമ്പിലൊരു മങ്കി 2 ദിവസമായി ഇവനോട് ചുറ്റി കറങ്ങുന്നു. ഓട്ടം പോട്ടെ. ആലുവ എത്തിയപ്പോൾ എൻ്റെ ചേട്ടൻ കൂടി വണ്ടി കയറി. പുള്ളിക്കാരന് ഗുരുവായൂർ അമ്പലത്തിലൊരു കല്യാണമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഗുരുവായൂർ വരെ വണ്ടി ഓടിക്കാൻ ഒരാളെയും കിട്ടി. 2024 എൻ്റെ ഫാസ്ടാഗ് എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു. ഇത്ര നാളും ഫാസ്ടാഗ് ഇല്ലാണ്ട് ആണ് ഓടിയത്. അപ്പോൾ ഫാസ്ടാഗിൻ്റെ അവരെ ഇന്നലെ പെട്ടെന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു 8 ദിവസം എടുക്കും പുതിയത് കിട്ടാൻ വേണ്ടിയിരുന്നു. വിഷ്ണു എന്ന് പറയുന്ന ഫാസ്ടാഗ് ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ 1 മണിക്കൂർ കൊണ്ട് സംഭവമെല്ലാം സെറ്റാക്കി തന്നു. അങ്ങനെ ആനന്ദ് ഭവൻ ചെന്നൈ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി. അവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്ന് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അവരെ വളരെ ഏവറേജ് ഫുഡായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി പിന്നെ ലഞ്ച് കഴിക്കാനാണ് ഞങ്ങൾ നിർത്തിയത്. ലഞ്ച് കഴിക്കാൻ വളരെ ചെറിയൊരു കുഞ്ഞു ഹോട്ടലിലാണ് ഞങ്ങൾ നിർത്തിയത്. കോഴിക്കോട് എത്താറായി ഏകദേശം. കഴിക്കണോനോ ഇഷ്ടപ്പെട്ട തിരിയുന്നില്ല. നോനു ചോറ് തന്നു കഴിഞ്ഞാൽ ചേട്ടൻ പിന്നെയും ചോറ് കൊടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നോനു ചേട്ടൻ കളാണ്ട് തന്ന വേഗം ഫിനിഷായിട്ട് ഓടിക്കളയേണ്ട പരിപാടിയാണ്. നോനു ഓടിക്കളയൂ. ചേട്ടൻ എന്തായാലും കണ്ടുപിടിച്ചിട്ട് ചോറ് തരും. ചേട്ടൻ നോക്കുന്നുണ്ട്. ചേട്ടൻ വേഗം എഴുതിട്ട് ഓടിക്കോ. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ എവിടെ എത്തി? 2 മണിയായി. ഞങ്ങൾ കോഴിക്കോട് എത്തിപ്പോയി. വളരെ പെട്ടെന്നാണ് ശരിക്കും എത്തിയത് അല്ലേ? 8 മണി കഴിഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി, ഏട്ടനെ കൂട്ടാൻ ഇറങ്ങി. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 9:30 തന്നെ കൂട്ടാൻ, 9:30 to 2 o'clock. അതും വളരെ മെല്ലെയാ വന്നത്, സ്ലോലാ വന്നത്. എന്നിട്ടും കൂടി നമ്മൾ പെട്ടെന്ന് റോഡ് 85-90% റോഡ് ഇപ്പൊ കിട്ടുമായി. അപ്പൊ എല്ലാവർക്കും ധൈര്യമായിട്ട് വരാം. ഞങ്ങളിപ്പോ 1 കൊല്ലായി ഓൾമോസ്റ്റ് വണ്ടി എടുക്കാതെ. കാരണം രാവിലെ ഇറങ്ങിയാലും രാത്രിയാവും വീട്ടിൽ. അതുകൊണ്ട് ഇനിയിപ്പോ കോഴിക്കോട് നിന്ന് അങ്ങോട്ട് ഉള്ള അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതുവരെ എന്തായാലും കൊച്ചി ടു കോഴിക്കോട് വരെ പെർഫെക്റ്റ് ആണ്. അപ്പം നമ്മൾ ലഞ്ച് കഴിച്ചു. ഹോട്ടൽ മാളൂസ് നിന്നാണ് കഴിച്ചത്, കുഞ്ഞാപ്പി ഹോട്ടല്. അപ്പോൾ അവിടുന്ന് കുറേ ഫൺ ആയിരുന്നു, നല്ല രസമായിരുന്നു, നല്ല അടിപൊളി. നൈനൂസ് നല്ല ഫണ്ണായിരുന്നു ചേട്ടനായിട്ട് അല്ലേ? നൈനൂസ് ഒരേ ചിരിയായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ? നല്ല സൂപ്പർ ഫുഡായിരുന്നു, അടിപൊളി ഫുഡ്. നല്ല മീൻകറി, നല്ല മത്തി. എന്നാ നിങ്ങൾ കളിക്കുന്നത്? നിങ്ങൾ ലവാ? അമ്മയും മോള് ലവാ? അപ്പൊ പപ്പയോ? അപ്പൊ പപ്പയോ? പപ്പ ലവില്ല? ഇനി കൊറേ ദൂരെ എത്തിയിട്ട് നമുക്ക് ചായ കുടിക്കുമ്പോ കാണാം. ബൈ. എന്റെ പൊന്നോ, ഒരു ലോറി നോക്കിയേ. ബേക്കിൽ ഇത്ര വെണ്ടക്കാശ് എടുത്തിട്ട് പോലീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടൊക്കെയാ പോകുന്നത്. എന്താണാവോ സംഭവം? ഗൈസ്, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കൊയിലാണ്ടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊയിലാണ്ടി ഏതോ ഒരു അമ്പലത്തിൻ്റെ ഉത്സവം നടക്കുന്നോ, അതുകൊണ്ട് റോഡിലൂടെ ബസ്സല്ലാതെ വേറെ ഒരു സംഭവങ്ങളും കാറൊന്നും വിടുന്നില്ല. അങ്ങനെ ഞങ്ങൾ പേരാമ്പ്ര വഴി ചുറ്റി കറങ്ങിയൊക്കെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1 മണിക്കൂറോളം സംഭവം നമ്മുടെ യാത്ര ഡിലേ ആയി. അപ്പോൾ നമ്മുടെ കണ്ണൂരെത്തി ഗൈസ്. കണ്ണൂർ പാനൂരെത്തി. നമുക്ക് പാനൂരിനടുത്ത് നമുക്ക് ഈ ഒരു സംഭവം കിട്ടി. കല്ലുമ്മക്കായ കണ്ടാൽ പിന്നെ അപ്പം തന്നെ നമ്മൾ ചവിട്ടും. കണ്ണൂർ എവിടെയാണെങ്കിലും 3 തരം കല്ലുമ്മക്കായ. ഒന്ന് പെപ്പർ, ഒന്ന് നോർമൽ മസാല, പിന്നെ വേറെ എന്തോ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. 3 ട്രൈ ചെയ്ത് നോക്കി, വലിയ വ്യത്യാസം തോന്നിയില്ല. പിന്നെ ഒരു ക്യാരറ്റ് സംഭവം കഴിച്ചു, അതും നല്ല യമ്മി ആയിരുന്നു. സ്വീറ്റ് ആയതുകൊണ്ട് നൈനൂസിന് വേണ്ടിയാണ് വാങ്ങിയത്. പക്ഷേ നൈനൂസ് ജസ്റ്റ് ഉറക്കം തെളിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നൈനൂസ് ഒന്നും കഴിച്ചില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ നൈനൂസിന് വേറെ വാങ്ങിക്കൊടുക്കാം. അതുപോലെ കിഡിലൊരു നാട്ടിലെ ചായയും കിട്ടി. നമ്മൾ അടിച്ച് പൊടിച്ചായം കിട്ടി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വീണ്ടും വിട്ടു ഗൈസ്. ഫൈനലി ഞങ്ങളുടെ നാട്ടിലെത്തി. കണ്ണവം കാട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ജസ്റ്റ് ഞങ്ങൾ നിർത്തി വന്നു, എന്താ പറയുക, വിൻഡോ ഒക്കെ താഴ്ത്തി. ഇനി സുഖമായിട്ട് നമ്മളെ കാട്ടിൻ്റെ സുഗന്ധവും കാട്ടിൻ്റെ ആ ഒരു വേറെ ഫ്രഷ്നെസ്സും കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഗ്ലാസ്സൊക്കെ തുറന്നു വെച്ചു. കണ്ണവം കാട്.
ബാഹുബലിയൊക്കെ ഷൂട്ട് ചെയ്ത കാട്. ആ മറ്റേ സിനിമയിലില്ലേ ആസിഫ് അലിന്റെ അനിയന്റെ സിനിമ, ആ അതുപോലെ എനിക്ക് ഇരുടോട് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെത്തി. പപ്പമ്മ നൈനൂസിനെ കണ്ട് അന്തം വിട്ടു. കാരണം ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു. ആരോടും പറഞ്ഞിരുന്നില്ല ഞങ്ങൾ വരുന്ന കാര്യം. മുത്തശ്ശ മുത്തശ്ശ കിടക്കുന്ന അമ്മ അമ്മക്ക് ഇതെല്ലാം കൊടുക്കാൻ കഴിയ അമ്മ ഇങ്ങനെ കടന്നിട്ടല്ലോ ഒന്നുമില്ല. അതിന് മുന്നേ ആദ്യം കോമയിൽ കിടക്കുന്നതിന് മുമ്പ് അമ്മ കൊടുത്തത്. അതെയാ അതും കൊടുത്തിട്ട് കരഞ്ഞിട്ടാണ് അമ്മ അമ്മ കോമയിലായത്. കോമയിലായത്. നൈനൂസ് നാട്ടിൽ കിട്ടുന്ന ഫുഡ് അടി തുടങ്ങി. ഞങ്ങൾ ബേക്കറി ഐറ്റംസ് ഒന്നും ഞങ്ങൾ വീട്ടിൽ വാങ്ങാറില്ല. അപ്പോൾ നാട്ടിലെത്തിയപ്പോൾ മമ്മിയുടെ വീട്ടിൽ നിന്ന് ഈ ക്രീം ബന്ന് കിട്ടിയപ്പോൾ ഒറ്റ ഇരുത്തത്തിന് 3 ക്രീം ബന്നാണ് അകത്താക്കിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പം നമ്മളങ്ങനെ കണ്ണൂരെത്തി. ഇനി കണ്ണൂരെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ബൈ.